യുദ്ധത്തെ പലപ്പോഴും ചിലരെങ്കിലും ഒരു മത്സരമായി കാണാറുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, പിന്തുണച്ചുകൊണ്ട്, ഫാൻ ഫോളോയിങ് ആയി പ്രവർത്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഭാഗത്തിന് വേണ്ടി, ഇപ്പോൾ IPL ടീമിൽ ഏതെങ്കിലും ടീമിനെ പിന്തുണയ്ക്കുന്നത് പോലെ, അല്ലെങ്കിൽ വള്ളംകളിയിൽ ഏതെങ്കിലും ഒരു വള്ളത്തെ പിന്തുണയ്ക്കുന്നത് പോലെ, അങ്ങനെ ഒരു ഗെയിമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ അമേരിക്ക സ്റ്റാൻഡ് ഓഫ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ സംഘർഷം, അതിൽ ഏതെങ്കിലും രീതിയിലൊരു വിജയം ഉണ്ടാവുമോ എന്ന ചോദ്യമാണ് പലരുടെയും നാവിൻ തുമ്പത്ത്. ആദ്യം തന്നെ പറയട്ടെ, യുദ്ധങ്ങളിൽ, ആധുനിക ലോകത്തെ യുദ്ധങ്ങളിൽ കൃത്യമായ യുദ്ധവിജയം ഉണ്ടാവില്ല. പൂർണ്ണമായ ഒരു സൈനിക വിജയം, സൈനിക നടപടിയിലൂടെ ഒരു വിജയം സാധ്യമാവില്ല. നോക്കൂ, എത്ര വർഷമായി? 2022 ഫെബ്രുവരി മുതൽ നടക്കുന്ന റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ റഷ്യ ഉക്രൈൻ്റെ 20% ഭൂമി കൈയടക്കി. പക്ഷേ പൂർണ്ണമായി ഉക്രൈനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഉക്രൈൻ ഇപ്പോഴും റെസിസ്റ്റ് ചെയ്യുന്നു. യുദ്ധവിരാമം അടുത്തെങ്ങും ഉണ്ടാവില്ല എന്നൊരു ചിന്തയാണ് ലോകത്തിന്. നോക്കൂ, ഫ്യൂട്ടിലിറ്റി. പക്ഷേ റഷ്യക്ക് ഒരുപക്ഷെ എത്ര കാലം വേണമെങ്കിലും യുദ്ധം തുടരണം എന്ന പ്ലാനിൽ തന്നെ ആയിരിക്കണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നോക്കൂ, രണ്ടാമത്തെ ഈ സമീപകാലത്ത് നടന്ന ഒക്ടോബർ 7, 2023 മുതൽ തുടരുന്ന ഇസ്രയേൽ ഗാസ അല്ലെങ്കിൽ ഇസ്രയേൽ ഹമാസ് സംഘർഷം അതിവിടത്തെ നിൽക്കുന്നു. ഗാസ പീസ് ഡീൽ അല്ലെങ്കിൽ ബോർഡർ പീസ് ഇതൊക്കെ പറയുന്നു എങ്കിൽ പോലും ഇപ്പോഴും ഗാസ വലിയ രീതിയിൽ സംഘർഷഭരിതമാണ്. യുദ്ധം അല്ല എങ്കിൽ പോലും പൂർണ്ണ സമാധാനം എത്തി എന്ന് പറയാനാവില്ല. ലെബനൻ ഇതോടൊപ്പം തുടർന്ന ലെബനൻ ഇസ്രായേൽ യുദ്ധം ഇപ്പോഴും തുടരുന്ന ഒരു കാഴ്ചയാണ്. ഹിസ്ബുള്ളയുമായി നിരന്തരമായ ഫൈറ്റാണ്. വെടിനിർത്തൽ ഉണ്ടായി എങ്കിൽ പോലും ഇപ്പോഴും ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ലെബനൻ്റെ ഏതാണ്ട് തെക്ക് പ്രദേശത്തുള്ള 10-1 ലെബനൻ്റെ ഭൂമിയും പിടിച്ചെടുക്കാൻ ഇസ്രായേൽ ശ്രമിച്ചു. അത് ഏതാണ്ട് പൂർണ്ണതയിലെത്തി നിൽക്കുന്നു. ലിറ്റാനി നദിയുടെ തെക്കുള്ള പ്രദേശം ഇസ്രായേൽ കൈവശപ്പെടുത്തി. ടോട്ടൽ ലെബനീസ് ഭൂമിയുടെ 10% വരുന്നത്. അതുപോലെ ഹൂതികൾക്കെതിരെയുള്ള യുദ്ധം ഇസ്രായേൽ ഇപ്പോഴും തുടരുന്നു. ഇടയ്ക്കിടയ്ക്ക് തന്നെ അപ്രതീക്ഷിതമായി ഒരു ഹൂതി മിസൈൽ ഇസ്രായേൽ വന്ന് വീഴുകയാണ്. തിരിച്ച് ഹൂതികൾക്കെതിരെ ആക്രമണം നടക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഒരു യുദ്ധവും തുടങ്ങി വെക്കാനല്ലാതെ അവസാനിപ്പിക്കാൻ കഴിയില്ല. അതേപോലെ ഒരു യുദ്ധമാണോ ഫെബ്രുവരി 28, 2026 അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനുമേൽ നടത്തിയിരിക്കുന്നത്? ഇതാണ് ചോദ്യം. അതെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു കരാറിലൂടെ അല്ലാതെ രണ്ട് ഭാഗത്തിനും എഗ്രിയബിളാകുന്ന, സമഗ്രമാകുന്ന ഒരു കരാറിലൂടെ അല്ലാതെ ഈ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാനാവില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അപ്പോൾ എന്താണ് ഈ സമഗ്രത എന്ന് പറയുന്നത്? ഇതിൻ്റെ വിഷയത്തിൻ്റെ അടിസ്ഥാനം, ഏത് യുദ്ധത്തിനും പരിഹാരമാർഗം തേടിയുള്ള യാത്രയിൽ എത്തി നിൽക്കേണ്ടത് ഫണ്ടമെൻ്റൽ ഇഷ്യൂസാണ്. ഇത് ഇറാൻ്റെ മാത്രം വിഷയമായിരുന്നില്ല, ഹോർമൂസിൻ്റെ വിഷയമായിരുന്നില്ല. ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം എന്നത് ഇസ്രയേലുമായുള്ള ഒരു തരം മുപ്പിളമ തർക്കം തന്നെയാണ്. അതുകൊണ്ട് ഇസ്രയേലിന് ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടായി. അതുകൊണ്ട് ഇറാൻ്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചില തീരുമാനങ്ങൾ ഉണ്ടാവണം. ഇറാൻ്റെ ആണവ പദ്ധതി ഏത് രൂപത്തിൽ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് തീരുമാനം ഉണ്ടാകണം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് മുൻപ് 2015 ഒബാമ ഭരണകാലത്ത്, അമേരിക്കയിൽ ഒബാമ പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഇറാനുമായി ഒരു ആണവ ചർച്ച നടത്തി ഒരു കരാറിൽ ഏർപ്പെട്ടു. ആ കരാറനുസരിച്ച് 5-6 രാജ്യങ്ങൾ അതിന് സാക്ഷികളായിട്ടുണ്ട്. റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ. അതായത് P5 4 രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇറാനുമായി ഒരു വലിയ കോംപ്രഹെൻസീവ് ഡീലാണ്. അതിൽ ഇറാന് ആണവ സമ്പുഷ്ടീകരണം സാധ്യമാണ്, റിയാക്ടറുകൾ പ്രവർത്തിക്കട്ടെ, പക്ഷേ ഊർജ്ജ ഉത്പാദനത്തിന് വേണ്ടി മാത്രമുള്ള ഏതാണ്ട് 3.8% വരെ യുറേനിയം സമ്പുഷ്ടീകരണ അനുവാദം അതാണ് നൽകപ്പെട്ടിരുന്നത്. ആ ഒരു കരാറാണ് ഏകപക്ഷീയമായി ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ വന്നപ്പോൾ 2018 ഏകപക്ഷീയമായി ആ കരാറിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴിതാ ട്രംപ് പറയുന്നു, അടിസ്ഥാന വിഷയം ആണവ ഇറാനാണ് അടിസ്ഥാന വിഷയം. ആണവ ഇറാൻ ഇസ്രായേൽ മാത്രമല്ല അറബ് ലോകത്തിനും വലിയ ഭീഷണിയാണ്. കാരണം അവരുടെ കൈവശം മിസൈലുകളുണ്ട്, കൃത്യതയുള്ള മിസൈലുകളുണ്ട്, റോക്കറ്റുകളുണ്ട്. ആണവായുധങ്ങൾ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയോ ഇസ്രായേലിനെതിരെയോ പ്രയോഗിക്കപ്പെട്ടാൽ സർവനാശമായിരിക്കും. അതുകൊണ്ട് ഇറാൻ്റെ കൈവശം ആണവ ആയുധങ്ങൾ സ്റ്റേബിളായിരിക്കില്ല, സെക്യൂർ ആയിരിക്കില്ല. 60% സമ്പുഷ്ടീകരണമാണ് ഇറാൻ കൈവരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള 480 കിലോഗ്രാം
വളരെ സേഫായി എവിടെയോ തുരങ്കങ്ങളിൽ അണ്ടർഗ്രൗണ്ടിൽ വളരെ ആഴമുള്ളിടത്ത് അമേരിക്കൻ ബങ്കർ ബസ്റ്ററുകൾക്ക് എത്തിപ്പെടാനാവാത്ത ആഴങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നു ഇറാൻ. അതാണ് അടിസ്ഥാന വിഷയം എന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നു അത് മാത്രമല്ല, അടിസ്ഥാന വിഷയം പാലസ്തീൻ വിഷയമാണ്. പാലസ്തീൻ്റെ സ്വയം നിർണയ അവകാശം. ഒരു അറബി ജനത, ഈ ഇസ്രായേൽ എന്ന രാജ്യം 1948 അവിടെ കനാൻ നാട്ടിൽ രൂപീകൃതമാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അറബി ജനത, അവരെയാണല്ലോ പാലസ്തീനിയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായി ചിതറി നിൽക്കുന്ന പലസ്തീനിയൻ ജനതയ്ക്ക് ഒരു രാഷ്ട്രം എത്രയോ കാലമായുള്ള അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയുടെ കമ്മിറ്റ്മെൻറ്റാണ്, യുണൈറ്റഡ് നേഷൻസിൻ്റെ കമ്മിറ്റ്മെൻറ്റാണ്. 1993-ലെയും 95-ലെയും ഓസ്ലോ കരാർ അനുസരിച്ചുള്ള കമ്മിറ്റ്മെൻറ്റാണ്. ആ കമ്മിറ്റ്മെൻറ്റ് പാലിക്കാൻ ലോകരാഷ്ട്രങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് അടിസ്ഥാന വിഷയമാകുന്നതുകൊണ്ട് മുൻകാലങ്ങളിൽ പാലസ്തീൻ കോസ് ഏറ്റെടുത്ത് നടത്തിയിരുന്നത് അറബി രാജ്യങ്ങളാണ്. എന്നാൽ ഇന്ന് അറബി രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ അബ്രഹാമിൻ്റെ പേരിൽ നിരവധി കരാറുകൾ ഏർപ്പെട്ടിരിക്കുന്നു. സൗദി അറേബ്യ ആ കരാറിലേക്ക് എത്തി നിൽക്കുന്ന ആ സമയത്താണ്, ആ കരാർ ഒപ്പിടുന്നതിന് പടിവാതിൽക്കൽ വെച്ചാണ് ഒക്ടോബർ 7, 2023 ഹമാസ് ഇസ്രായേലിനെതിരെ അപ്രതീക്ഷിതമായ ആക്രമണം നടത്തുകയും 1200-ഓളം പേരെ വധിക്കുകയും ചെയ്ത് കുറച്ച് പേരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത്. അത് അടിസ്ഥാനപരമായ വിഷയമാണ്. ഒക്ടോബർ 7, 2023 അല്ല, അടിസ്ഥാനപരമായ വിഷയമെന്ന് പറയുന്നത് പാലസ്തീൻ്റെ സ്വയം നിർണയ അവകാശമാണ്. അതിനുവേണ്ടിയാണ് ഹമാസിനെയും ഹൂതികളെയും ഹിസ്ബുള്ളയും എല്ലാം ഇറാൻ ഉപയോഗിക്കുന്നത്. ഒരു ഇറാൻ ഇസ്രായേൽ വിരോധത്തിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യത്തിൽ ഒന്ന്, പാലസ്തീൻ കോസിന് വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനാണ്. അതിനുള്ള അർഹത ഇറാനുണ്ടോ, അതിനുള്ള ആവശ്യമുണ്ടോ, ഇറാൻ ഒരു അറബി രാജ്യമല്ലല്ലോ എന്നൊക്കെ ചിലർ പറഞ്ഞേക്കാം. പക്ഷേ ആ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. അവിടെ ഉണ്ടാകുന്ന റപ്ചർ, അവിടെ ഉണ്ടാകുന്ന ചില സംഘർഷങ്ങൾ, ആ സംഘർഷം കൈവിട്ടു പോകുന്നു. ഈ യുദ്ധത്തിൽ 28-ാം തീയതി, ഫെബ്രുവരി മാസം 28-ാം തീയതി മുതൽ തുടങ്ങിയ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിൻ്റെ വേരുകൾ, ഇമ്മീഡിയറ്റ് റൂട്ട്സ് എന്ന് പറയുന്നത് ഒക്ടോബർ 7, 2023 ആണെങ്കിലും ആത്യന്തികമായി ആ വേരുകൾ ചെന്ന് നിൽക്കുന്നത് പലസ്തീൻ കോസിന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒരു പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിലേക്ക് എത്തി നിൽക്കുന്ന സമഗ്രമായ ഒരു കരാറാണ് യുദ്ധ അവസാനം വരണമെങ്കിൽ അതിനുള്ള പ്രാഥമികമായ കാര്യം. കാരണം അത് മാറ്റി നിർത്തി പുഷിങ് തിങ്സ് അണ്ടർ ദ കാർപ്പറ്റ് എന്ന് പറയുമല്ലോ, അടിസ്ഥാന വിഷയം മാറ്റിവെച്ചിട്ട് ഉപരിപ്ലവമായ വിഷയങ്ങളിൽ ചർച്ച നടത്തിയാൽ, ആണവ ഉപരിപ്ലവം എന്ന് പറയാനാവില്ല, പക്ഷേ മിസൈലുകൾ, ആണവായുധവിദ്യ എന്നങ്ങനെയൊക്കെ പറയുമ്പോൾ എന്ത് ഉറപ്പാണ് ഇറാന് കൊടുക്കാൻ കഴിയുക? ഇറാൻ ഉറപ്പുകൾ കൊടുക്കാൻ കഴിയണം, സൗദി അറേബ്യയ്ക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയണം. അറബ് രാജ്യങ്ങളെല്ലാം ഇറാനിൽ നിന്നും സുരക്ഷാ ഭീഷണി നേരിടുന്നു എന്നത് കൃത്യമായി പറയാമല്ലോ. എത്രയോ ആക്രമണങ്ങളാണ്. അറബി രാജ്യങ്ങൾ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളല്ല. അമേരിക്കയ്ക്ക് താവളങ്ങൾ കൊടുത്തു എന്ന് സത്യമാണ്. പക്ഷേ ആ താവളങ്ങളിലേക്കും താവളങ്ങളില്ലാത്ത ഇടത്തേക്കും ഇറാൻ്റെ ആക്രമണം വ്യാപിക്കുമ്പോൾ വാട്ട് കൈൻഡ് ഓഫ് ഗ്യാരണ്ടി വിൽ യു ഗിവ് ദ അറബ് ഇസ്ലാമിക് വേൾഡ്, എസ്പെഷ്യലി GCC റീജൻ? സൗദി അറേബ്യ അങ്കലാപ്പിലാണ്. UAE വലിയ കലിപ്പിലാണ്. കാരണം UAE പരസ്യമായി പറഞ്ഞിരുന്നത് ഇറാനെ ആക്രമിക്കാൻ തങ്ങൾ കൂട്ടുനിൽക്കില്ല, തങ്ങളുടെ ഭൂമി ഇറാനെതിരെയുള്ള ആക്രമണത്തിന് വേദിയാകാൻ പാടില്ല എന്ന് കർശന നിലപാടെടുത്ത രാജ്യങ്ങളാണ് സൗദി അറേബ്യയും UAEയും. പക്ഷേ ഏറ്റവും അധികം ആക്രമണം നേരിടേണ്ടി വന്നത് ഇറാൻ്റെ ഹോർമോസിന് തൊട്ട് തെക്ക് സ്ഥിതി ചെയ്യുന്ന UAEയിലേക്കാണ്. അപ്പോൾ UAEയുടെ ഒരു സാമ്പത്തിക വളർച്ച, അബുദാബിയിലുള്ള എണ്ണ അല്ലെങ്കിൽ ദുബായിലുള്ള ഫ്രീപോർട്ട്, ഇതെല്ലാം തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ വാട്ട് കൈൻഡ് ഓഫ് ഗ്യാരണ്ടീസ് ക്യാൻ ബി എക്സ്പെക്റ്റഡ്? ഒരു കരാർ എന്ന് പറയുമ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ട് എല്ലാം സെറ്റപ്പാക്കി പറഞ്ഞ് കോംപ്ലിമെൻ്റ് ആക്കിയെന്ന് സിനിമാ ഭാഷയുണ്ടല്ലോ, അതുപോലെ എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻ്റ് ആക്കി കഴിഞ്ഞാൽ തീരുന്ന വിഷയമല്ല. There should be guarantees on the part of Iran, guarantees to be given to GCC countries, Oman, Qatar, Bahrain, UAE, Saudi Arabia, Iraq and Kuwait. ഈ രാജ്യങ്ങൾക്ക് ഇറാൻ ആക്രമിക്കില്ല എന്ന ഗ്യാരണ്ടി നൽകേണ്ടി വരും. തിരിച്ച് ഇവരുടെ ഭാഗത്ത് അമേരിക്കയുടെ സേനാ താവളങ്ങൾ ഇറാനെതിരെയുള്ള ആക്രമണത്തിന് വേദിയാവില്ല എന്ന ഉറപ്പ് ഈ രാജ്യങ്ങളും ചേർന്ന് കൊടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വിഷയം ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേൽ പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഇറാനെ ആക്രമിക്കില്ല എന്ന കരാറും, ഇറാൻ ഇസ്രായേലിൻ്റെ അസ്തിത്വം അംഗീകരിക്കും. ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്ന ചാൻറ്റിങ് ഇനി മുതൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ് ആത്യന്തികമായി ഉണ്ടാകുന്നത്. അല്ലാതെ ആണവ പദ്ധതിയിൽ നിന്നും ഇറാൻ പിന്നോട്ട് പോയി, ഹോർമൂസ് തുറന്നു കൊടുത്തു,
ഇറാൻ്റെ ആസ്തികൾ, മരവിപ്പിക്കപ്പെട്ട ആസ്തികളെല്ലാം റിലീസ് ചെയ്തു. അതുപോലെ തന്നെ ഇറാനെതിരെയുള്ള ഉപരോധമെല്ലാം പിൻവലിച്ചു. അങ്ങനെയെങ്കിൽ യുദ്ധാവസാനം ഉണ്ടാവില്ല. താൽക്കാലികമായ യുദ്ധവിരാമം മാത്രമേ ഉണ്ടാകൂ. കഴിഞ്ഞ വർഷം ഉണ്ടായല്ലോ, താൽക്കാലികമായ യുദ്ധവിരാമം ഉണ്ടായല്ലോ, വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടില്ലേ. അതുകൊണ്ട് പശ്ചിമേഷ്യയെ ഒരു മൊത്തം മേഖലയായി പരിഗണിച്ചുകൊണ്ട് ആ മേഖലയുടെ ശാശ്വതമായ സമാധാനമാണ് ലോകം ആഗ്രഹിക്കുന്നത് എങ്കിൽ ബാഹ്യശക്തികൾക്ക് അവിടുത്തെ ഇടപെടൽ, അത് ചൈനയാണെങ്കിലും റഷ്യയാണെങ്കിലും ഈവൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണെങ്കിലും അത് പരിമിതപ്പെടുത്തുക എന്നതാണ്. ആ പ്രദേശത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കരാറുകളാണ് ആവശ്യം. നിർബന്ധമായി ബലം പ്രയോഗിച്ചുകൊണ്ട് ഹോർമോസ് തുറക്കാൻ ശ്രമിച്ചാൽ സർവനാശമായിരിക്കും ഫലം. ബലം പ്രയോഗിച്ചുകൊണ്ട് കരയുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയും ഇറാനിൽ അതിക്രമിച്ച് കടക്കുകയും ഇറാൻ്റെ ഭൂമി കൈവശപ്പെടുത്തുകയും ചെയ്യാം എന്ന മോഹം വെറും വ്യാമോഹമായിരിക്കും. കാരണം ഇറാൻ്റെ ടോപ്പോഗ്രഫി വളരെ ഡൈവേഴ്സാണ്. തെക്ക് സാഗ്രോസ് മൗണ്ടൻസ് 1600ഓളം കിലോമീറ്റർ പേർഷ്യൻ ഗൾഫിന് അഭിമുഖമായി നിൽക്കുന്ന സാഗ്രോസ് മൗണ്ടൻസ്, അവിടെ നിന്നുകൊണ്ട് ടെറിട്ടോറിയൽ ജിയോഗ്രാഫിക്കൽ അഡ്വാൻറ്റേജ് ഇറാന് തന്നെയാണ്. അവിടെ പീരങ്കികളോ ഹോവിറ്റ്സേഴ്സോ മറ്റെന്തെങ്കിലും മിസൈൽ ലോഞ്ചേഴ്സോ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്ക് ഇറാന് നിരന്തരമായ ആക്രമണം നടത്താനാവും. ഇറാൻ്റെ മിസൈൽ ശേഖരം പൂർണ്ണമായി നശിപ്പിച്ചു എന്ന അമേരിക്കൻ ക്ലെയിം ശരിയാകാനിടയില്ല. അതുപോലെ തന്നെ ഇറാൻ്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ്, അകത്തേക്ക് കടക്കടഞ്ഞാൽ പീഠഭൂമികൾ, വലിയ മരുഭൂമികൾ, അതുപോലെ വടക്കാണെങ്കിൽ മറ്റൊരു മൗണ്ടൻ റേഞ്ചസ്, ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനെ കാസ്പിയൻ സീ മേഖലയിൽ നിന്ന് കടന്നു വരാൻ സാധ്യതയുള്ള ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നു. അതുപോലെ ഒരു രീതിയിലും ആക്രമിച്ച് കീഴടക്കാൻ എളുപ്പമല്ലാത്ത ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് സൈനിക നടപടിയിലൂടെ, ഈവൻ ഒരു കരയുദ്ധത്തിലൂടെ പോലും ഇറാനെ പൂർണ്ണമായി കീഴടക്കാനും അതുവഴി ഭരണമാറ്റം ഉണ്ടാക്കാനും കഴിയും എന്ന അമേരിക്കയുടെ ചിന്ത ഒരുപക്ഷെ അസ്ഥാനത്താണ്. അതുകൊണ്ടാണ് ആത്യന്തികമായി both the sides will have to come to the negotiating table. അത് ഒരു റൗണ്ട് ചർച്ച അലസിപ്പിരിഞ്ഞു. അത് ശരിയാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ റോം ഇസ് നോട്ട് ബിൽറ്റ് ഓൺ എ സിംഗിൾ ഡേ എന്ന് പറയുന്നത് പോലെ ഒരു ദിവസം ചർച്ച അലസിപ്പിരിഞ്ഞതുകൊണ്ട് ഇനി ചർച്ചയില്ല എന്നല്ല. എന്താണ് അലസിപ്പിരിയാനുള്ള കാരണം? പറയപ്പെടുന്നത് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു ഫോൺ കോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ചർച്ചയിൽ ഏർപ്പെട്ടിരുന്ന JD വാൻസിന് വന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. ആ ഫോൺ കോളിൻ്റെ ഇതിവൃത്തം എന്തായിരുന്നു, ഉള്ളടക്കം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അതുവരെ സുഗമമായി മുന്നോട്ട് പോയിരുന്ന ചർച്ച പെട്ടെന്ന് സ്തംഭിക്കുകയും ഒരു പത്രസമ്മേളനം നടത്തി 21 മണിക്കൂർ നടത്തിയ ചർച്ച നാടകീയമായി പെട്ടെന്ന് ഹോർമൂസിൻ്റെ കാര്യത്തിലും ആണവ നിരായുധീകരണത്തിൻ്റെ കാര്യത്തിലും തങ്ങൾക്ക് യോജിപ്പിലെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക പിൻവാങ്ങിയിരിക്കുന്നു. ഇറാൻ വളരെ പ്രതീക്ഷാപൂർവം തന്നെയാണ് ഈ ഒരു കരാറിലേക്ക് എത്തി നിൽക്കാനുള്ള ആദ്യപടി ഭംഗിയായി കടന്നു എന്ന നിഗമനത്തിൽ ഇറാൻ നിൽക്കുമ്പോഴാണ് അമേരിക്കയുടെ പിൻവാങ്ങാറ്റം സംഭവിച്ചിരിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? ഇനി ഒരു റൗണ്ട് ചർച്ച അസാധ്യമൊന്നുമല്ല. ഒരു റൗണ്ട് ചർച്ച അലസിപ്പിരിഞ്ഞു എന്നതുകൊണ്ട് ഈ പൂർണ്ണമായും ചർച്ചകളുടെ സാഹചര്യം ഒഴിവായി എന്ന് അർത്ഥമില്ല. നിർണായക ദിവസമാണ് ഏപ്രിൽ മാസം 22-ാം തീയതി. അന്നാണ് 2 ആഴ്ച വെടിനിർത്തൽ അവസാനിക്കുന്നത്. അതിന് മുൻപ് തന്നെ അമേരിക്ക ആക്രമണം തുടങ്ങുമോ, കരയാക്രമണത്തിലേക്ക് നീങ്ങുമോ? ആ സാഹസം അമേരിക്ക കാട്ടില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ വ്യോമാക്രമണം തുടർന്നാൽ തന്നെ കൂടുതൽ നാശനഷ്ടങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഇറാനും സ്വാഭാവികമായി ഗൾഫ് മേഖലയ്ക്കെതിരെ നിർത്തിവെച്ചിരുന്ന വ്യോമാക്രമണം വീണ്ടും തുടങ്ങില്ലേ? വീണ്ടും മിസൈലുകൾ സൗദിക്കും UAEക്കും ഖത്തറിനും ബഹ്റിനും നേരെ ചീറിപ്പായില്ലേ? അതുകൊണ്ട് യുദ്ധവിരാമം, ഞാൻ ആവർത്തിച്ച് പറയുന്നു, യുദ്ധവിരാമത്തിൻ്റെ ശാശ്വതമായ പരിഹാരത്തിൻ്റെ അടിസ്ഥാനം, കോംപ്രിഹെൻസീവ് ഡീലിൻ്റെ അടിസ്ഥാനം ചർച്ചകൾ മാത്രമാണ്. അല്ലാതെ യുദ്ധവിജയം നേടിക്കൊണ്ട് ഇറാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനോ ഒരിക്കലും ആ ലക്ഷ്യം കണ്ടെത്താനാവില്ല. അതുകൊണ്ട് ഇറാൻ്റെ ഭരണകൂടത്തിന്, ഇറാൻ എന്ന രാജ്യത്തിന് നിലനിൽക്കാനാവണം, ആ സംസ്കാരത്തിന് മുന്നോട്ട് പോകാനാവണം, ആ രാജ്യത്തിന് പറ്റിയ നഷ്ടങ്ങൾ ഏതെങ്കിലും രീതിയിൽ നികത്തപ്പെടാനാവണം. ഉപരോധം പിൻവലിച്ചാൽ മാത്രം മതിയാകുമല്ലോ. എണ്ണ സമ്പന്നമായ ഇറാനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ 3-ാം സ്ഥാനത്താണ് ഇറാൻ എണ്ണ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ. ഈ എണ്ണ പൊതുവിപണികളിൽ സുഗമമായി എത്തുകയാണെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെട്ടു പോയ ഇൻഫ്രാസ്ട്രക്ചർ തിരിച്ച് നിർമ്മിക്കാൻ ഇറാന് സാധിക്കും. എല്ലാം തിരിച്ചു പിടിക്കാൻ ഇറാന് സാധിക്കും. ഉറപ്പുകൾ മതിയാകും. പാലിക്കപ്പെടുന്ന ശാശ്വതമായ ഉറപ്പുകളാണ് ആവശ്യം. അതുകൊണ്ട് സമാധാന ചർച്ചയ്ക്കുള്ളിൽ സർവാത്മന ഉണ്ടാകുന്ന ഡീൽ, അല്ലാതെ ഗൺ പോയിന്റിൽ എത്തിച്ചേരുന്ന ഡീലുകൾ എന്നല്ല പറയുക.
ഒന്നാം ലോകമഹായുദ്ധം നമ്മൾ കണ്ടല്ലോ. ഒന്നാം ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെട്ട കക്ഷികളാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് കോപ്പുകൂട്ടി ഇറങ്ങിയത് എന്നുകൂടി ഓർക്കുമ്പോൾ അണ്ടർ ഡ്യൂറൻസ് ഒരു ഡീലിനും ശാശ്വതമായ നിലനിൽപ്പ് ഉണ്ടാവില്ല. ചർച്ചകൾ മാത്രമാണ് പരിഹാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.